നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 6, 2025 തിങ്കൾ. അങ്ങനെ ഈ ആഴ്ചയിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനും നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല, തുടർച്ചയായി അഞ്ചാമത്തെ ട്രേഡിംഗ് സെക്ഷന് നിഫ്റ്റി ബാങ്കിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഇന്നും തുടർന്ന ശക്തമായ ബൈയിങ് തുടങ്ങി. പ്രധാനമായും 4 ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിൽ തുടരുവാൻ സഹായിക്കുകയുണ്ടായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസീസിലും സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. എങ്കിലും മാർക്കറ്റ് ഓപ്പണായി 15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രാവിലെ 9:30 നിഫ്റ്റിക്ക് അതിൻ്റെ ഡേ ലോയായ 24,881 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കുവാനും സാധിക്കുകയുണ്ടായി. തുടർന്ന് നിഫ്റ്റിയിൽ അതിശക്തമായ റാലിയാണ് കാണുവാൻ സാധിക്കുകയുണ്ടായത്. തൽഫലമായി ഉച്ചതിരിഞ്ഞ് 2:50 ഇന്ന് അതിൻ്റെ ഡേ ഹൈ ആയ 25,095 എന്ന ലെവലിൽ നിന്നും റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും സെപ്റ്റംബർ 24 ശേഷം നിഫ്റ്റിക്ക് നഷ്ടപ്പെട്ട 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലുള്ള ഗ്രിപ്പ് ഇന്ന് കൈവരിക്കുവാൻ സാധിച്ച 183 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വീണ്ടും തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. തൽഫലമായി നിഫ്റ്റിക്ക് ഇന്ന് 25,077 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 582 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനുമായി. അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 515 പോയിന്റുകളുടെ നേട്ടവും ഫിൻ നിഫ്റ്റിക്ക് 285 പോയിന്റുകളുടെ നേട്ടവും ഇന്ന് കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇന്ന് മാർക്കറ്റ് നേട്ടം കൈവരിച്ചെങ്കിൽ കൂടിയിട്ടും NSEയിൽ ആകെ 1,227 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. അതേസമയം 1,609 കമ്പനികൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. മാക്സ് ഹെൽത്ത് കെയർ, ശ്രീറാം ഫൈനാൻസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, TCS, ടെക് മഹേന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ടാറ്റ സ്റ്റീൽ, അദാനി പോർട്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ട്രെൻഡ്, ടൈറ്റാൻ കമ്പനി തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ നിഫ്റ്റി IT 2% നേട്ടം കൈവരിച്ചുകൊണ്ട് ടോപ്പ് പെർഫോമറായിട്ട് മാറുകയുണ്ടായി. കൂടാതെ പ്രൈവറ്റ് ബാങ്കിന് 1% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിന് 0.7%, PSU ബാങ്ക് ഇൻഡെക്സിന് 0.4% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ മെറ്റൽ, മീഡിയ, FMCG തുടങ്ങിയ സെക്ടറുകളിൽ 0.4% മുതൽ 0.8% ഇടിവും ഇന്ന് കാണുവാനിടയായി. ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും ഇന്ന് മിക്സ്ഡ് ആയിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുകയുണ്ടായത്. BSE മിഡ് ക്യാപ്പിന് 0.7% നേട്ടം കൈവരിക്കുവാനായപ്പോൾ BSE സ്മോൾ ക്യാപ്പിന് നഷ്ടത്തോടുകൂടിയും ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ 1 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് ഫ്ലാറ്റായിട്ടുള്ള ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കായ ഏഞ്ചൽ വണ്ണിൻ്റെ ഭാഗത്ത് നിന്നും ബെറ്റർ ആയിട്ടുള്ള Q2 ബിസിനസ് അപ്ഡേറ്റ്സ് റിലീസ് ചെയ്തതിനെ തുടർന്ന് ഇന്ന് BSE, ഏഞ്ചൽ വൺ തുടങ്ങിയ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ സ്റ്റോക്കുകളിൽ 5% റാലി ഇൻട്രാഡേ ബേസിസിൽ ദൃശ്യമായിരുന്നു. ഇന്നത്തെ റാലിയോടുകൂടി ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്കുകളിൽ തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. എന്നാൽ തുടർച്ചയായി 4 ട്രേഡിംഗ് സെക്ഷനായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന മെറ്റൽ സെക്ടറിന് ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. മാത്രമല്ല, ടാറ്റ സ്റ്റീലിന് കമ്പനി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ജയ്പൂർ ഒഡീഷ മൈൻസുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മൈൻസിൽ നിന്നും കമ്പനിക്കെതിരെ 2,410 കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് 3% ഇടിവും സ്റ്റോക്കിൽ നേരിട്ടതിനെ തുടർന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസറായിട്ടും സ്റ്റോക്ക് മാറുകയുണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനും അവസാനിപ്പിക്കുവാൻ സഹായിച്ച 4 പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ ഇന്നും ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത അതിശക്തമായ ബൈയിങ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രധാനപ്പെട്ട ബാങ്കിങ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളിൽ അതിശക്തമായ ബൈയിങ് ദൃശ്യമായിരുന്നു.
മാത്രമല്ല ഇന്നൊരു ഘട്ടത്തിൽ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിലുള്ള 12 സ്റ്റോക്കുകളിൽ എല്ലാ സ്റ്റോക്കുകളും നേട്ടത്തോടുകൂടി വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി. എങ്കിലും ICICI ബാങ്കിനും ഇൻഡസ് ഇൻഡ് ബാങ്കിനും ഇന്ന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നെങ്കിലും HDFC ബാങ്കിന് 0.8%, കൊട്ടക് മഹേന്ദ്ര ബാങ്കിന് 2%, ആക്സിസ് ബാങ്കിന് 3%, ബാക്കിയുള്ള പ്രധാനപ്പെട്ട ബാങ്കിംഗ് സ്റ്റോക്കുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചതിനെ തുടർന്ന് തുടർച്ചയായി 5ാമത്തെ ട്രേഡിംഗ് സെക്ഷനും ബാങ്ക് നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല അവസാന 5 ട്രേഡിംഗ് സെഷന് ബാങ്ക് നിഫ്റ്റിക്ക് കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് 3% നേട്ടവും ബാങ്ക് നിഫ്റ്റിക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയുണ്ടായി. പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി തുടരുവാൻ സഹായിച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം. തുടർച്ചയായി ഒരാഴ്ചയിലേറെ കാലമായി പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് നമ്മുടെ മാർക്കറ്റിനെ സഹായിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US നാസ്ഡാക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും S&P 500 നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചതും ഇന്ന് ഡോ ജോൺസ് ഫ്യൂച്ചർ ഡീസൻ്റായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടർന്നതും മാത്രമല്ല ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ഹോങ്കോങ്, തായ്ലാൻഡ് മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടർന്നതും അവസാനിപ്പിച്ചതും നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായി മാറുകയുണ്ടായി. അതുമാത്രമല്ല നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ ജപ്പാനിൽ പുതിയ റൂളിംഗ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെൻറ്റിന് രൂപം കൊടുക്കുമെന്നുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നതിനെ തുടർന്ന് ഇന്ന് ജപ്പാൻ മാർക്കറ്റിൽ 4% നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ഒരു സിംഗിൾ ഡേയിൽ ജപ്പാൻ മാർക്കറ്റ് ഇന്ന് 2200 പോയിന്റുകളിലേറെ നേട്ടത്തോടു കൂടിയും വ്യാപാരം അവസാനിപ്പിച്ചതും നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ കാഴ്ചവെച്ച ശക്തമായ ചെറുത്തുനിൽപ്പ് മൂലമാണ് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിച്ച മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഫ്ലാറ്റായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചെങ്കിൽ കൂടിയിട്ടും ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ പല ഘട്ടങ്ങളിലും നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും ശക്തി ആർജിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യൻ രൂപയുടെ പ്രകടനത്തിലുണ്ടായ ഉണർവിനെ തുടർന്ന് മാർക്കറ്റിനും നിക്ഷേപകരുടെയും ഇടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും കാരണമായി മാറുകയുണ്ടായി. ഇന്ത്യൻ രൂപയുടെ പെർഫോമൻസും നമ്മുടെ മാർക്കറ്റിന് ഇന്ന് നേട്ടത്തിലേക്ക് നയിക്കുവാൻ പ്രധാന പങ്ക് വഹിക്കുക തന്നെയുണ്ടായി. കുറച്ചേറെ ട്രേഡിംഗ് സെക്ഷന് ശേഷം ഇന്ന് IT സ്റ്റോക്സിൽ ഉടലെടുത്ത ഹെവി ബൈയിങ് ആണ് നാലാമതായും അവസാനമായും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. കാരണം ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ കണ്ടിരുന്നു, ഈ പ്രാവശ്യത്തെ Q2 റിസൾട്ടുകൾ ആദ്യം പ്രഖ്യാപിക്കുന്നത് IT സെക്ടറിൽ നിന്നും TCS ആണ് വരുന്ന 9-ാം തീയതി വ്യാഴാഴ്ചയോടുകൂടി. അത് ഇന്ന് IT സെക്ടറിനെ ഉണർത്താൻ ഒരു കാരണമായി മാറുക തന്നെയുണ്ടായി. തൽഫലമായി ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളും നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. കൂട്ടത്തിൽ കോഫോർജും L&T മൈൻട്രിക്കും 3%-ലേറെ നേട്ടവും ഇന്ന് കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ TCS, ടെക് മഹീന്ദ്ര, പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, എംഫസൈസ്, ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് 2%-ലേറെ നേട്ടത്തോടുകൂടിയും വ്യാപാരം ഇന്ന് അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഇന്ന് നിഫ്റ്റിക്ക് 750-ലേറെ പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 2%-ലേറെ നേട്ടവും കൈവരിക്കുവാനുമായി ഒത്തിരിയേറെ ട്രേഡിംഗ് സെക്ഷനു ശേഷമാണ് നിഫ്റ്റി ITയിൽ ഇതുപോലൊരു ഉണർവ് കാണുവാനായിട്ട് സാധിച്ചത്. ഇന്ന് നിഫ്റ്റി ITയിൽ ഉണ്ടായ ഉണർവും നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 97 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ നഷ്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിൽ മുൻപ് പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. എങ്കിലും കൊമ്മോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിന്റെ വിലയിലും 1.5%-ലേറെ ഉയർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗോൾഡും ഇന്നും കുതിച്ചു കയറുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. $53 വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് റെക്കോർഡ് ഹൈയുടെ അടുത്തേക്ക് ഗോൾഡിന്റെ വില വീണ്ടും കുതിച്ചുയർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വോഡഫോൺ ഐഡിയ AGR കേസുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് തുടർച്ചയായി 2ാമത്തെ ഹിയറിംഗ് സെക്ഷനിലും ഇന്നും മാറ്റിവെക്കുകയുണ്ടായി ഒക്ടോബർ 13-ലേക്ക്.
തൽഫലമായി ഇന്ന് സ്റ്റോക്കിൽ 4% ഇടിവും ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. മനാസ് പോളിമേഴ്സ് ആൻഡ് എനർജീസ് ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 90% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി NSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. രുക്മണി ദേവി ഗാർഗ് അഗ്രോ ഇംപെക്സ് ഇന്ന് IPO BSE SME പ്ലാറ്റ്ഫോമിൽ IPO പ്രൈസിൽ നിന്നും 20% നഷ്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. വിവോക് ഇന്ത്യ ഇന്ന് IPOയുടെ സബ്സ്ക്രിപ്ഷന്റെ 2ാം ദിനമായിരുന്നു. 8% മാത്രമേ സബ്സ്ക്രിപ്ഷൻ നിലവിൽ നടന്നിട്ടുള്ളൂ. ഒക്ടോബർ 3 ഓപ്പണായ സബ്സ്ക്രിപ്ഷൻ നാളെ ഒക്ടോബർ 7 ക്ലോസ് ആകും. 615 മുതൽ 648 രൂപ പെർ ഷെയർ എന്ന നിലയിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 23 ഷെയറുകളാണ് ഒരു ബണ്ടിലായിട്ട് കണക്കാക്കുന്നതും. പേസ് ഡിജിടെക് IPO ഇന്ന് BSEയിലും NSEയിലും 4% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ടാറ്റ ക്യാപിറ്റൽ IPOയുടെ സബ്സ്ക്രിപ്ഷൻ ഇന്ന് മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. 17% സബ്സ്ക്രിപ്ഷൻ ഫസ്റ്റ് ഡേയിൽ തന്നെ പൂർത്തിയാക്കി. 310 രൂപ മുതൽ 326 രൂപ പെർ ഷെയർ എന്ന നിലയിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 46 ഷെയർസ് ആണ് ഒരു ലോട്ടായിട്ട് കണക്കാക്കുക. ഒക്ടോബർ 8 ബുധനാഴ്ചയാണ് IPO സബ്സ്ക്രിപ്ഷനുള്ള ലാസ്റ്റ് ഡേറ്റ്. HC ഇൻഫ്ര പ്രോജക്ട്സ് 66 KB സബ്സ്റ്റേഷന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 48 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.